ഫഹും യഅമഹൂന. ആ പ്രയോഗം നോക്കൂ നിങ്ങൾ. അവർ ഹൈറാനിയത്തിലാണ്, പരിഭ്രാന്തിയിലാണ്, അന്തം വിട്ട് നടക്കുകയാണ്. എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. അവർ എന്താണോ അപ്പം തോന്നുന്നത് അതാണ് അവരുടെ വിശ്വാസം, അവരുടെ ആചാരം, അവരുടെ അനുഷ്ഠാനം. അതൊക്കെ എതിർത്താൽ പറയും അതൊക്കെ നിങ്ങൾക്ക് അതിനെപ്പറ്റി വിവരമില്ലാത്തതുകൊണ്ടാണ്, ഞങ്ങൾക്കാണ് ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ളത്. ഇത് ഏത് കാലഘട്ടത്തിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് പരലോകബോധമല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇത്ര വലിയ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളൊക്കെ എങ്ങനെയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ പറയുന്നത് എന്ന് നമ്മളിങ്ങനെ പരസ്പരം സങ്കടം പറയാറുണ്ട്. അള്ളാഹു പറഞ്ഞ ഈ കാരണം നമ്മളാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സങ്കടപ്പെടേണ്ടതില്ല. എന്താ അള്ളാഹ് പറയുന്നത്? എന്ത് എഡ്യൂക്കേഷൻ ഈ ലോകത്ത് വലിയ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ രൂപത്തിലുള്ള ശാസ്ത്രബോധോ വിജ്ഞാനമൊക്കെ ഉണ്ടായിട്ടും കാര്യമല്ല. കുഴപ്പം എവിടെയെന്നാണ് അള്ളാഹ് പറയുന്നത്? ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹിറ. അതാണ് പ്രശ്നം. അതിനെക്കുറിച്ച് വിശ്വാസമോ അതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടോ ഇല്ല. അവർക്ക് സയ്യന്നാലഹും മഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് എന്ത് തോന്നി, എന്തവർ ചെയ്യുന്നു അതൊക്കെ അവർക്ക് അലങ്കാലായിരിക്കും. ഫഹും യഅമഹൂൻ. അവർ ഇങ്ങനെ പരിഭ്രാന്തിയിലും ഭ്രാന്തിയിലുമൊക്കെ അകപ്പെട്ടങ്ങനെ ജീവിച്ചു പോവുകയാണ്. എന്ത് ചെയ്യണമെന്നൊരു കാര്യബോധമൊന്നും അവർക്കില്ല. അങ്ങനെ കാര്യബോധമൊന്നുമില്ലാതെ ഇഷ്ടം പോലെ തോന്നിയത് എന്തൊക്കെയോ വിളിച്ചു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിക്കാണ് യഅമഹൂന എന്ന് അല്ലാഹു പ്രയോഗിച്ചിരിക്കുന്നത്. അക്കൂട്ടരായ ആളുകൾക്ക് ലഹും സൂഉൽ അദാബി, അവർക്ക് ഏറ്റവും മോശപ്പെട്ട ശിക്ഷ തന്നെയാണ് ലഭിക്കാനിരിക്കുന്നത്. ദുന്യാവിലുണ്ടാകും സൂഉൽ അദാബ്, മോശപ്പെട്ട ശിക്ഷ. ദുന്യാവിലൊരു പക്ഷേ അവർക്ക് ഉണ്ടാകുന്ന മറ്റേതെങ്കിലും വിധത്തിലുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പലതുമാകാം. വഹും ഫിൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലൊക്കെ ഉണ്ട്. ഇനി വഹും ഫിൽ ആഖിറത്തി, അവരാകട്ടെ ഫിൽ ആഖിറത്തി, പരലോകത്തിൽ ഹുമുൽ അഖ്സറൂൻ, അവർ തന്നെയാണ് ഏറ്റവും നഷ്ടകാരികൾ എന്ന്. ഈ ഏറ്റവും നഷ്ടകാരികൾ എന്ന് പ്രയോഗിച്ചിടത്ത് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ചിലർ പറഞ്ഞു എന്ത്? വഹസ്റുൽ അഖ്സരിയത്തി ഫീഹിം ദലീലുൻ അലാ അന്ന ഹുനാക ഖസാറ ലിഗൈരിഹിം ലാകിൻ ഹുമുൽ അഖ്സറൂൻ. ഇവിടെ അഖ്സർ എന്നാണല്ലോ അള്ളാഹു പ്രയോഗിച്ചത്. അഖ്സർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നഷ്ടകാരികൾ എന്നാണ്. അപ്പോൾ ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം, ഏറ്റവും നഷ്ടകാരികളല്ലാത്ത ഇടയ്ക്കൊരു കൂട്ടരുണ്ട്. അവർ നഷ്ടകാരികളാണ്, ഖാസിറുകളാണ്. എന്നാൽ അഖ്സറുകൾ കാഫിറുകളായ ആളുകളാണ്.